അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹുദൈബിയ ദിവസം വെള്ളം കിട്ടാതെ പ്രയാസത്തിലായ സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരലുകൾക്കിടയിലൂടെ വെള്ളം നൽകി. ആ ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. عن جابر بن عبد الله رضي الله عنهما قال عطش الناس يوم الحديبية والنبي صلى الله عليه وسلم بين يديه ركوة فتولأ فجهش الناس نحوه فقال ما لكم قالوا ليس عندنا ماء نتولأ ولا نشرب إلا ما بين يديك فوضع يده في الركوة فجعل الماء يثور بين أصابعه كأمثال العيون فشربنا وتولأنا قلت كم كنتم قال لو كنا 100,000 لكفانا كنا 15,000. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹുദൈബിയ ദിവസം സ്വഹാബികളായ ഞങ്ങൾ വെള്ളം ലഭിക്കാതെ ദാഹിച്ചു വലഞ്ഞു. ആകെ ഉള്ളതാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലുള്ള ഒരു പാത്രം വെള്ളം മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ നിന്ന് വുളൂ ചെയ്തു. സ്വഹാബികൾ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആവശ്യം? സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് കുടിക്കാനും വുളൂ ചെയ്യാനും നബിയെ തങ്ങളുടെ മുമ്പിലുള്ള ഈ വെള്ളം മാത്രമേ ഉള്ളൂ. സ്വഹാബികൾ അങ്ങനെ അവരുടെ പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാത്രത്തിൽ കൈവച്ചു. ആ സമയം അരുവിയിലൂടെ എന്ന വിധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം പൊട്ടിയൊഴുകാൻ തുടങ്ങി. ഞങ്ങളെല്ലാവരും കുടിച്ചു, വുളൂ ചെയ്തു. നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, 1,00,000 പേർ ഉണ്ടായിരുന്നുവെങ്കിലും ഞങ്ങൾക്ക് ആ വെള്ളം മതിയാകുമായിരുന്നു. പക്ഷേ ഞങ്ങൾ 1,500 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. മഹാനരായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നു. ചിന്തിക്കുക, വെള്ളമില്ലാതെ വുളൂ ചെയ്യാൻ പറ്റാതെ ദാഹിച്ചു ബുദ്ധിമുട്ടിയ അവശതയിലായ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലുള്ള വെള്ളം മാത്രം അവർക്ക് മതിയാകില്ലെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളം കൊടുക്കുക എന്നുള്ളത് സാധാരണ മനുഷ്യ കഴിവിൽ പെട്ടതല്ലെന്ന് പറയേണ്ടതില്ലല്ലോ. അഭൗതികമായ മാർഗത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വെള്ളം ലഭിക്കുമെന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ സ്വഹാബികൾ അത് ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയും ചെയ്തു. ഇനിയാണ് ചിന്തിക്കേണ്ടത്. കേരളത്തിലുള്ള പുത്തംവാദികളുടെ നേതാവ് കുഞ്ഞീദ് മദനി എഴുതി വെച്ച മുജാഹിദാശയം ഇങ്ങനെ ആയിരുന്നു: മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരണപ്പെട്ടവരോടോ സഹായം തേടൽ ഷിർക്കാണ് എന്ന്. സ്വഹാബികൾ തേടിയത് മുജാഹിദ് ഭാഷയിൽ ഷിർക്കാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഏതായാലും സ്വഹാബികൾ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ തൗഹീദ് ലോകത്ത് ഒരു ബിദ്അത്തുകാരനും മനസ്സിലാക്കില്ല എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. ഇതിൻ്റെ ഒപ്പം നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടെയുണ്ട്. വെള്ളങ്ങളിൽ ഏറ്റവും ശുദ്ധമായ ജലം ഏതാണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. وخص الله تعالى نبيه محمد صلى الله عليه وسلم بأمور كثيرة ليست لأمته تعظيما لشأنه العالي إذ هو المتفضل على الخلق أجمعين. ഹിജറ 805 വഫാത്തായ സുപ്രസിദ്ധ പണ്ഡിതരായ ഇമാം സിറാജുദ്ദീൻ അൽ ബുൽഖീനി റഹിമഹുല്ലാ അവിടുന്ന് രേഖപ്പെടുത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ഉമ്മത്തിനില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. അത് ഹബീബായ തങ്ങളെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. وخصه بأشياء ليست لأحد من الأنبياء والمرسلين ولا لواحد من المخلوقين وبسط ذلك في نفائس الاعتماد في خصائص خير العباد. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തുള്ള സർവ്വ സൃഷ്ടികളെക്കാളും ഉന്നതനാണ്. മറ്റുള്ള അമ്പിയാക്കന്മാർക്കില്ലാത്ത പല കാര്യങ്ങൾ കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു പ്രത്യേകതമുള്ളവരാക്കിയിട്ടുണ്ട്. ഇമാം ബുൽഖീനി റഹിമഹുല്ലാഹ് വീണ്ടും തുടർന്ന് പറയുകയാണ്: ونشير هنا إلى أنموذج على ترتيب أبواب الفقه فمن ذلك نبع الماء الطهور من بين أصابعه وهو أشرف المياه. ഫിഖഹിന്റെ അധ്യായങ്ങളുടെ ക്രമമനുസരിച്ച് ചില ഉദാഹരണങ്ങളുടെ സൂചന നൽകുന്നു എന്ന് പറഞ്ഞ ശേഷം തൊഹൂറായ വെള്ളത്തിനെ കുറിച്ചുള്ള ചർച്ചയിൽ മഹാനവറുകൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രത്യേകമാക്കപ്പെട്ട കാര്യത്തിൽപ്പെട്ടതാണ് ഹബീബായ തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ തൊഹൂറായ വെള്ളം ലഭിച്ചു എന്നത്. ഒരു പ്രത്യേകതയാണ്. ലോകത്തുള്ള എല്ലാ വെള്ളങ്ങളിൽ നിന്നും ഏറ്റവും ഷറഫാക്കപ്പെട്ട വെള്ളമാകുന്നു ഇത്. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ ഹൗലുൽ കൗസറിനേക്കാളും സംസം വെള്ളത്തിനേക്കാളും ശ്രേഷ്ഠത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ പുറത്തു വന്ന വെള്ളത്തിനാണെന്ന് പറയാനുള്ള കാരണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ ശുദ്ധമായ വെള്ളം പൊട്ടിയൊലിച്ചത് ഒരു തവണ മാത്രമാണോ? ഖൗലുഹു ഫറഅയ്തുൽ മാഅ യൻബഉ മിൻ ബൈനി അസ്വാബിഇഹി. هذه المعجزة تكررت من النبي صلى الله عليه وسلم مرات عديدة في مشاهد عظيمة وجموع كثيرة بلغتنا بطرق صحيحة من رواية أنس وعبد الله بن مسعود وجابر وعمران بن حسين وغيرهم ممن يحسن بمجموع أخبارهم العلم القطعي. സ്വഹീഹ് മുസ്ലിമിന് റിപ്പോർട്ട് വന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്
കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം വന്നതിനെ സംബന്ധിച്ച് വന്ന ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാത്രത്തിൽ കൈവച്ചപ്പോൾ ആ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഉത്ഭവിക്കുന്നത് ഞാൻ കണ്ടു. ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഹിജ്റ 656 വഫാത്തായ ഇമാം അബുൽ അബ്ബാസ് അഹ്മദ് ഇബ്രാഹിം ഖുർത്തുബി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം പൊട്ടിയൊലിച്ച മുഅ്ജിസത്ത് നിരവധി തവണ ആവർത്തിച്ച് സംഭവിച്ചിട്ടുള്ളതാണ്. ധാരാളം ആളുകളുള്ള സദസ്സിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മുഅ്ജിസത്ത് ഉണ്ടായിട്ടുണ്ട്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് തുടർന്ന് പറയുകയാണ്, വ്യത്യസ്തങ്ങളായ സ്വഹീഹായ റിപ്പോർട്ടുകളിലൂടെ മേൽ പറയപ്പെട്ട ഹദീസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലൊന്ന് അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ റിപ്പോർട്ടിലൂടെയാണ്. മറ്റുള്ള റിപ്പോർട്ടുകൾ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹു, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു എന്നിവരിലൂടെയും അവരല്ലാത്ത മറ്റു പല സ്വഹാബികളിലൂടെയും വ്യത്യസ്തങ്ങളായ സ്വഹീഹായ വഴികളിലൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം പൊട്ടിയൊലിച്ച സംഭവം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഒരു വലിയ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുകൾ കൊണ്ട് ഇങ്ങനെയൊരു സംഭവത്തിന്റെ സ്വീകാര്യത ഉറപ്പായിട്ടുണ്ടെന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിന്റെ ശറഹിൽ രേഖപ്പെടുത്തി വെച്ചു. ഏതെങ്കിലും ഒറ്റപ്പെട്ട സമയത്ത് മാത്രം സംഭവിച്ചതല്ല. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം പൊട്ടിയൊലിച്ച അത്ഭുത സംഭവം മഹാനവറുകൾ രേഖപ്പെടുത്തി വെച്ചു. അതുതന്നെ വെള്ളത്തിന് ഏറ്റവും പ്രയാസം നേരിട്ട വരൾച്ചയുള്ള കാലഘട്ടത്തിലും മറ്റും ലക്ഷക്കണക്കിന് സ്വഹാബത്തിന് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ ഹബീബായ തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ ആ വെള്ളം ഉത്ഭവിച്ചു. ആ വെള്ളമാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജലമെന്ന് ഇമാമുകൾ രേഖപ്പെടുത്തി വെച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.